കുഞ്ഞു യാത്ര, വലിയ പ്ലാൻ ചെയ്തൊന്നും പോയതല്ലെങ്കിലും സംഭവം ഉഷാറായിട്ടോ. അപ്പോൾ വിശേഷങ്ങൾ കാണണ്ടേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം കറങ്ങി കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും സമയം 1 മണിയായി. നന്നായിട്ട് വിശന്ന് തുടങ്ങി. രാവിലെ നമ്മൾ കഴിച്ചതാണ് മധുരക്കിഴങ്ങും കാന്താരി ചമ്മന്തി. ആശു കഴിച്ചില്ല കേട്ടോ, ആശുവിന് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആശു ഒരു കേക്കാണ് രാവിലെ കഴിച്ചത്. ഹരിയേട്ടൻ സത്യം പറഞ്ഞാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. പെട്ടെന്ന് കുളിച്ച് എന്താ പറയുക, പ്രോപ്പറായിട്ടൊന്നും ഷേവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിയൊരു ടീഷർട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് ഗുബൈബ റെസ്റ്റോറൻറ്റ്. എനിക്കറിയില്ല, നമ്മൾ ഇതവിടെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതെ, എന്തൊക്കെയുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും നമ്മൾ ആസ് യൂഷ്വൽ ബിരിയാണിയാണ്, ന്യൂ ആയിട്ടൊന്നും ട്രൈ ചെയ്യണില്ല. ഇത് ആഷുവിൻ്റെ സെൽഫി സ്റ്റിക്കാണ്. അതെ, ഇങ്ങനെ എടുക്കാൻ പറ്റും, പിന്നെ അത് നശിപ്പിക്കാൻ പറ്റും, അങ്ങനെ പിന്നെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡ് വന്നു. ഇദ്ദേഹം മലയാളിയാണ് അല്ലേ? മലയാളി അല്ലേ? മലയാളം പറയണു. ഓ മൈ ഗോഡ്, ശ്രീലങ്കയാണ്. അപ്പം പറയാം കേട്ടോ. ഒരു പ്ലേറ്റ് തരാമോ? താങ്ക് യു. അടിപൊളിയില്ലേ? My flavor is strawberry. I am looking for strawberry. This is my strawberry flavor. This is my strawberry flavor. ഇത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങളുടെ ദം ബിരിയാണി അടിപൊളിയായിട്ട്. നമ്മൾ ഹരിയാൻ്റെ ഫ്രൈ. But I am impressed with your chicken dum biryani. Mana? That's dry. Nice. Asho? Soshkita. അങ്ങനെ നമ്മളുടെ അടിപൊളി ലഞ്ചും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വണ്ടി പിടിച്ചു കേട്ടോ. നേരെ അൽ മംസാർ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൽ നിറയെ പൂക്കളായിരുന്നു. UAE ഇത്രയധികം പൂക്കളുണ്ടാവുമെന്ന് കണ്ടപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മളിത് നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. ഈ വന്ന വണ്ടികളൊക്കെ ഇങ്ങോട്ടാണോ? നല്ല പൂക്കളും ഇതൊരു ഭംഗിയല്ലേ? രസ കളറ്. ഒന്നും പറിക്കരുതട്ടാ. ടച്ച് ചെയ്യണ്ട. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. നല്ല കാറ്റ്. ആശുക്കുട്ടൻ എൻ്റെ മുടി ക്ലിപ്പെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. ആശുക്കുട്ടൻ മുടി അഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഇങ്ങനെ ഇടാൻ ഭയങ്കര മടിയാണ്. ഞാനങ്ങനെ ഇടലേ ഇല്ല, എപ്പോഴും കെട്ടിവെക്കാറേ പറ്റുള്ളൂ. അങ്ങനെ അത് സമ്മതിക്കണില്ല. ഭയങ്കര ചുരുണ്ട് കിടക്കണം മുടിയാണ്. എൻ്റെ ഒരു ഭംഗിയുമില്ലാത്ത മുടി. ആശുവിൻ്റെ കാല് പുതിയ ഷൂ ഇട്ട് പൊട്ടി, അതുകൊണ്ട് അവന് ഷൂ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിലിരുന്നൊരു ചപ്പലക്കിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുക. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ആശു കോച്ചല്ല അപ്പടെ കൊടുക്കും. ഇത് കൊണ്ടാക്കും അവര്, ഇതിൽ കൊണ്ടാക്കും. അയ്യോ, ഇവിടെയാണ്.
അത് വലിയ ഇഷ്ടം എൻ്റെ മുന്നേ 40 dirhams. അങ്ങനത്തെ പോലെ ഓട്ടിച്ചു കൊണ്ടേ ഇങ്ങോട്ട് ഓട്ടിക്കുമ്പോൾ അങ്ങോട്ട് പോപ്കോണിന്റെ കടയുടെ മേലെ നോക്ക്. പോപ്കോണിന്റെ കടയുടെ മേലെ നോക്കടാ ആശുകുട്ട. പോപ്കോൺ പക്ഷെ നമ്മുടെ കയ്യിലുണ്ട്. സത്യം പറയാലോ, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അടിപൊളി സ്ഥലമാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിറയെ മരങ്ങളും നല്ല കാറ്റും ഒരു ചെറിയ തണുപ്പും പിന്നെ കടലിൻ്റെ ആ ഒരു ഭംഗിയും. നിറയെ ആളുകളുണ്ടെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഇത്രയും ദൂരം ബസ്സിൽ വന്ന് എൻ്റെ ക്ഷീണമൊക്കെ ഈ സ്ഥലം കണ്ടപ്പോൾ മാറി കേട്ടോ. അല്ലെങ്കിലും യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ബസ്സും ട്രെയിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ യാത്രകൾ പോകൂ എന്ന് പറയുന്ന കൂട്ടത്തിലല്ല കേട്ടോ നമ്മൾ. എങ്ങനെ പോയാലും യാത്രകൾ ഇഷ്ടമാണ്. എൻ്റെ ബാഗ് ഹരിയേട്ടനാണ് പിടിക്കുന്നത്. ഹരിയേട്ടന് വലിയ മടിയൊന്നുമില്ല കേട്ടോ എൻ്റെ ബാഗ് തൂക്കാൻ. നിറയെ സാധനങ്ങളാണ്, നല്ല വെയിറ്റും ഉണ്ട്. എനിക്ക് അത്ര പിടിച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹരിയേട്ടൻ ഹെൽപ്പ് ചെയ്തതാണ്. നമുക്ക് എങ്ങനെയുണ്ടോ സ്ഥലം നോക്കാം. ഇങ്ങോട്ട് പോവല്ലേ നമ്മള്. നമുക്ക് ഫുഡ് മേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരായിരുന്നു. പക്ഷെ സമയം പോകും. സമയത്തായില്ലേ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. അല്ല, നമ്മൾ ഫുഡ് കഴിച്ച ടൈം 1 മണിയല്ലേ. ഇവിടെ എത്തിയപ്പോൾ 3:30 ആയി തോന്നുന്നല്ലേ. ഈ ദുബായ് വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ കടൽ കാണണേ. ആശുപത്രി ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പാളിച്ചകൾ സംഭവിക്കും. സെക്കൻഡ് ടൈം വരുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മളിത് ബീച്ചിലേക്ക് എത്താം കേട്ടോ. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം അവിടെ കൊണ്ടുപോയിട്ട് കളിക്കാൻ പോകണം. പണ്ട് നമ്മൾ കന്യാകുമാരി പോകാൻ ഓർമ്മ കാറ്റടിച്ചിട്ട് ആ ബാഗെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രസമുണ്ടല്ലേ. അയ്യോ, കുറേ നേരം ഞങ്ങൾ കടലിൽ പാർത്തില്ല. സിറ്റുലറിയുടെ ഇവിടെ 5:30 വരെ ഉള്ളൂ ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ 5:30 ആയിട്ടില്ല കേട്ടോ. ആശുപത്രി ഒരുപാട് നേരം ആ വെള്ളത്തിൽ കയറിയിട്ടേ ഇല്ല. തണുത്ത് വരച്ചു. ഞങ്ങൾ വിചാരിച്ചു ഇപ്പം കാറ്റടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും തണുത്ത് വരച്ച ആശുപത്രി ഇനി ഐസ്ക്രീം വേണമെന്ന് പറയാം. അപ്പോൾ ഞങ്ങളിന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. നല്ല രസമുണ്ടായി. അസ്തമയാവാറായിട്ടോ. ഹലോ ഹലോ, ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? മുങ്ങിപ്പോയോ? സൂപ്പറായിരുന്നോ? ആ, നല്ല ഉപ്പാ വെള്ളത്തിനല്ലേ. നല്ല ഉപ്പ്. എന്തൊരുപ്പാ. അവൻ കടലിൽ പീപ്പി വെച്ചു, അതിൻ്റെ ആയിരിക്കും ഉപ്പ്. ആശുപത്രിയുടെ കുഞ്ഞു പീപ്പി അല്ല, അതിൽ ഇത്ര ഉപ്പുണ്ടാവുമോ? നല്ല രസമുണ്ടായില്ലേ. അപ്പം പോയോ ചേഞ്ച് ചെയ്യാൻ? അപ്പം ചേഞ്ച് ചെയ്യാൻ പോയോ? അപ്പോൾ ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ. ഫേസൊക്കെ ആകെ എന്തോ പോലെയായി. ഇനി പോയി ഒരു റെസ്റ്റ്. അപ്പം ഞങ്ങൾ നല്ല ചൂടുള്ള വാട്ടർ സൈനിച്ചുകൊണ്ടിരിക്കുക. ഒരു ടേസ്റ്റില്ലാത്ത കാറ്റ്, നല്ല കാറ്റുണ്ട്. ഞാൻ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ചേട്ടനോട് ആദ്യം വന്ന് ഫസ്റ്റ് ടൈമിൽ തണുപ്പെല്ലാം പറയുമ്പോൾ ഞാൻ പറയും പിന്നെ യു എയിലല്ല ഇത്ര തണുപ്പ്. യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഓക്കെ, യു എയിൽ ഇത്ര തണുപ്പ് എന്താന്നൊക്കെ പറയും. പക്ഷേ നല്ല തണുപ്പിട്ട് സെറ്റ് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം സെറ്റ് ഇട്ടുകൊണ്ട് തന്നെ കളിയാക്കും. ഞാൻ പറയാം ആ യു എയിൽ എന്താ ഇത്ര തണുപ്പ്.
പൊതുവെ നമ്മൾ ചൂട് സ്ഥലം എന്നല്ലേ വിചാരിക്കണേ, പക്ഷെ ഇപ്പം മനസ്സിലായി കേട്ടോ. അയ്യോ തണുപ്പ്, നല്ല കാറ്റ്. അമ്മയുടെ വീട് മൂന്നാർ ആ ഒരു സൈഡ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെയൊക്കെ പോയ പോലെ തോന്നുന്നു കേട്ടോ. അതുപോലെ കാറ്റും നല്ല തണുപ്പ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നിറയെ പൂക്കളുണ്ടായിരിക്കാം, എല്ലായിടത്തും നിറയെ പൂക്കളാണ്. അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴേക്കും അതെ ബ്യൂട്ടിഫുൾ, അതുകൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് ശരിക്കും മൂന്നാർ ഓർമ്മ വരാം. അവിടെ ഇതുപോലെ ആയിരിക്കും, നിറച്ച് പൂക്കളാണ്. മുടിയൊക്കെ എന്തോ അല്ലെങ്കിലേ പാറി പറന്നിരിക്കുന്ന മുടിയാണ്, കടൽ വെള്ളം കൂടി അടിച്ചിട്ട് നല്ല രസം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക, ഞങ്ങളുടെ ക്വാളിറ്റി ടൈം അല്ലേ, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്ന് സൊറ പറയുന്നു. പിന്നെ എന്തോ പോവാലോ. ഇഷ്ടപ്പെട്ടോ ബീച്ച്? ഇഷ്ടപ്പെട്ടോ ബീച്ചാ? ഉപ്പുവെള്ളത്തിനാണോ ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ, ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ, ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ആദ്യമായിട്ട് വന്നവർ അതുപോലെ വിസിറ്റിങ്ങിൽ 2 മാസത്തേക്ക് ഫാമിലിനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരുമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വംസാർ ബീച്ചിൽ വരുമ്പോൾ നിങ്ങൾ പെയ്ഡായിട്ടുള്ള, അതായത് 5 ദിർഹം ഒരാൾക്ക്, 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആട്ടോ, ബാക്കി ഉള്ളവർക്ക് 5 ദിർഹം ഉള്ളൂ. അവർക്ക് നിങ്ങൾ വരുമ്പോൾ പാർക്കും ബീച്ചും കൂടെ ഉള്ള സ്ഥലത്ത് വരണം. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ കുറച്ചും കൂടെ നല്ല രസമുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളോ, അതുപോലെ ഇവിടെ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം, ഫുഡ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. നമുക്കതൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളൊരു എന്താ പറയുക, ഇരിക്കാനൊരു മാറ്റൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അതിലിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചുറ്റും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിലർ എന്താ സ്പീക്കറിൽ പാട്ടൊക്കെ വയ്ക്കുന്നു. എന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഒത്തിരി ഇടങ്ങളിലുള്ള ആളുകളല്ലേ, ഇപ്പോൾ മലയാളികൾ മാത്രമല്ലല്ലോ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അതെ പല പല കൺട്രീസും എന്താ പറയുക, കാണാനും എല്ലാവരും ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് രസമുണ്ട്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ രസമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അവർ പല രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതല്ല, നമുക്ക് ചായയും ജസ്റ്റ് ഒരു ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ മേടിക്കാനുള്ള ഷോപ്പ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ലേഡീസ് എല്ലാം വരുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ. കാരണം നമുക്ക് സേഫായിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലവും നമുക്ക് ഷവർ ചെയ്യാനുള്ള സ്ഥലവും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ സ്ഥലത്തും ആദ്യത്തെ തവണ വരുമ്പോൾ ഒന്ന് പാളിപ്പോവാറുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത്. അതെ. അപ്പോൾ നമുക്ക് ഹരിയേട്ടന് ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഞാൻ ഇതിൻ്റെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ 2 ബീച്ചാണുള്ളത്. ഒന്ന് വംസാർ ബീച്ച് പബ്ലിക് ഉണ്ട്. ഇത് വന്നിട്ട് നമ്മൾ പേ ചെയ്തിട്ട് ഇരിക്കണം. അത് കാരണം ഇവിടെ കുറച്ചധികം പേരുണ്ടാവില്ല, ഫാമിലീസൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അത് വന്നിട്ട് എല്ലാവരും ഉണ്ട്, പേ ഒന്നുമല്ല, കാർക്ക് വരാം. അത് കാരണം ഫുൾ ക്രൗഡഡ് ആണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് കൺസ്ട്രക്ഷൻ എന്തോ ഡെവലപ്മെൻറ്റ് ഇല്ല, ഇതിൽ കാരണം ആ ബീച്ച് ക്ലോസ്ഡ് ആണ്, ആർക്കും അവിടെ എൻട്രി ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്താ പറയുക 2024 നവംബറാണ് കേട്ടോ. അതെ, 2024 നവംബറിലാണ് ആ സമയത്താണ് ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ. അതെ അതെ. ഓരോ സ്ഥലത്ത് ഓരോ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത് കുക്കൊക്കെ ചെയ്ത് കഴിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഓരോ മരത്തിൻ്റെ അടിയിൽ ഓരോ ഫാമിലി ഉണ്ട് കേട്ടോ. കുറേ പേര് ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആളാണ് ഇപ്പോൾ ഇവിടെ. നാഷണൽ ഡേയുടെ ഹോളിഡേ ആണ്, ഇന്ന് സാറ്റർഡേ ആണ്. ഇനിയിപ്പോൾ മൺഡേ ട്യൂസ്ഡേ വരെ അവധി കേട്ടോ. എല്ലായിടത്തും ഓരോ ഫാമിലി ഉണ്ട് കേട്ടോ. കറാമയ്ക്ക് പോകണ്ട അശു? നമുക്കറിയില്ലല്ലോ, നമുക്ക് ഇനി വരുമ്പോൾ ഒരു മാറ്റും കുറച്ച് ഫുഡും ഒക്കെ ആയിട്ട് വരാം. ആശുകുട്ടിന് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അവനും പറയാണ് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോവാണേ.
ചിലവരൊക്കെ പോണേ ഉള്ളൂ, വന്നു തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര മണി വരെ ആയിരിക്കും? 11-12 മണി വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒന്നാമത്തെ ഹോളിഡേ അല്ലേ എല്ലാവരും. ആ ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് അടുത്ത മംസാർ ബീച്ചിന്റെ വേറൊരു. അറിയണ്ട, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഇരുന്ന് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ ഈ ബെഞ്ചിൽ. ഓ കറക്റ്റ് കറക്റ്റ്, കന്യാകുമാരി. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 വർഷമായി. അന്ന് ഇതുപോലെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ആ ഒരു വീഡിയോ എൻഡ് ചെയ്തപ്പോൾ നമ്മളിതുപോലെ. പക്ഷെ അത് ഫ്രണ്ടിൽ കടലായിരുന്നു കേട്ടോ. ആ കടലിൻ്റെ നമ്മൾ അസ്തമയം കാണാൻ പോകുന്നത് അവിടെ സെയിം തണുത്ത കാറ്റ്. അന്ന് നമ്മൾ അസ്തമയാണ് കണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ നേരെ നോക്കി ബുർജ് ഖലീഫയാണ് കാണാൻ പറ്റുന്നത്. അല്ല, അന്ന് കടലാണ് കണ്ടതെങ്കിൽ ഇന്ന് നേരെ ബുർജ് ഖലീഫ കാണുന്നത്. അപ്പോൾ ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു. അപ്പോൾ അതെ, അധികം വിഷ്വൽസൊന്നും കാര്യങ്ങളില്ല, കാരണം നമുക്ക് അത്ര അറിയത്തൊന്നുമില്ലായിരുന്നു ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത്. വന്നപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും അല്ലേ ഏട്ടാ? അറ്റ്ലീസ്റ്റ് കുറച്ച് ഫുഡ് ഐറ്റംസ് എങ്കിലും എടുക്കണം. പിന്നെ ഒരു മാറ്റ് നിർബന്ധമാണ്, കാരണം ഇവിടെ മരങ്ങളുടെ കടിയിലിരിക്കണമെങ്കിൽ അവിടെ മണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു രാത്രി ആശംസിക്കുന്നു. UAE ഇവിടെ എല്ലാവർക്കും പബ്ലിക് സെക്ടേഴ്സ്, പ്രൈവറ്റ് സെക്ടേഴ്സ് എല്ലാവർക്കും ഒരു 4 days ഹോളിഡേ ആണ്. 53rd നാഷണൽ ഡേ ആയത് കാരണം ഒരു 4 days ചുളുവിലൊരു ഹോളിഡേ കിട്ടിയിരിക്കുകയാണ്. സോ അതിലിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, ഇനി ഒരു 3 ദിവസം കൂടി ഉണ്ട്. 3 ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ ഫുൾ റെസ്റ്റ് ആണ്, എവിടേക്കും പോകുന്നില്ല, റൂമിൽ തന്നെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും വീഡിയോ ചെയ്യാറില്ല. നല്ല സന്തോഷം തോന്നുന്ന, വീണ്ടും ഓർക്കാൻ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വന്നാലേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ കേട്ടോ. അതാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇതുപോലെയുള്ള നല്ലൊരു ദിവസമായിട്ട് കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ബൈ.